ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷെമീർ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി അറബിക് റൈസായ മക്ലൂബയാണ്. ഈ മക്ലൂബയുടെ സ്വദേശം എന്ന് പറയുന്നത് ഇറാഖാണ്. പക്ഷേ മറ്റുള്ള അറബിക് കൺട്രീസിലും ഈ റൈസ് കണ്ടുവരാറുണ്ട്. ഈ റൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം വെജിറ്റബിൾസ് ഫ്രൈ ചെയ്ത് ഈ റൈസിൽ ചേർക്കുന്നുണ്ട്. ചിക്കനും വെജിറ്റബിൾസും റൈസും മിക്സ് ചെയ്ത് നല്ലൊരു ഫ്ലേവറാണ് ഈ റൈസിന്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മക്ലൂബ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയൊരു കഷ്ണം പട്ട, ഒരു 10 ഗ്രാമ്പു, 10 ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ഫൈനായി ചോപ്പ് ചെയ്തതാണിത്. ഇതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിപ്പോൾ ഈ സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു വലിയ ഗാർലിക്കാണ്. ഇത് ചെറുതായി ഫൈൻ ചെയ്തതുകൂടി ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു ചിക്കനാണ്. ഇത് 8 പീസാക്കിയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ പീസ് ചെറുതായിട്ട് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി പെട്ടെന്ന് കുക്കായി കിട്ടും. അതുപോലെ മസാലകളൊക്കെ നന്നായി പിടിക്കും. അപ്പോൾ ഞാനിവിടെ വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇതിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ ചെയ്യാൻ. ഇത് ടൊമാറ്റോ പേസ്റ്റാണ്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് 1/4 കപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അറബിക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മന്തി മസാല യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3 തക്കാളി എടുത്ത് മിക്സിയിലിട്ട് അരച്ച് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. 7 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റൈസ് എടുത്തിരിക്കുന്നത് 4 കപ്പാണ്. അപ്പോൾ അത് കണക്കാക്കി ശരിക്കും 8 കപ്പ് വെള്ളമാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ധാരാളം വെള്ളം അതിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ 7 കപ്പ് വെള്ളം എടുത്തത്. അപ്പോൾ ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റണം. ചിക്കനെല്ലാം ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് റൈസ് ഇതിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. റൈസ് ഈ വെള്ളത്തിലിട്ട് കുക്ക് ചെയ്യുന്നതിന് മുമ്പൊന്ന് റൈസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാ ചിക്കനും നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഇതിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പസമയത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി റൈസ് ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കിലോ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് നമുക്ക് ഇനി ഇതിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലിന് പകരം ഒലീവ് ഓയിൽ യൂസ് ചെയ്താലും മതി. അറബിക് റൈസിലൊക്കെ അറബികൾ യൂസ് ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. പക്ഷെ നമ്മൾക്ക് കൂടുതൽ ഇഷ്ടം സൺഫ്ലവർ ഓയിലാണ്. അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നു എന്ന് മാത്രം. റൈസ് ഇപ്പോൾ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളത്തിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ വേവിക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് റൈസും വറുത്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം റൈസ് വേവിച്ചെടുക്കാൻ. റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഉപ്പ് തേച്ച് വെച്ചിട്ട് ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളകും പൊടിയൊക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആവും. പക്ഷേ അറബിക് റൈസിലൊന്നും അങ്ങനെ എരിവൊന്നും കൂടുതൽ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം.
ഇനി നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പൊട്ടറ്റോ വട്ടത്തിൽ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തതായി ഫ്രൈ ചെയ്തെടുക്കേണ്ടത് വഴുതനങ്ങയാണ്. ബ്ലൂ കളറിലുള്ള വഴുതനങ്ങ തന്നെ എടുക്കണം, എന്നാലേ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ അതും ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇനി എണ്ണയിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് ക്യാപ്സിക്കാണ്. ഗ്രീനും റെഡും ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഉപ്പ് തിരുമ്മി വെച്ച് തന്നെയാണ്. ക്യാപ്സിക്കൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയി വരും, അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾ ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റൈസും ചിക്കനൊക്കെ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടൈം ഒത്തിരി ലാഭിക്കാം. ഇനിയിപ്പോൾ സവാള ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി സവാള അങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അത് ഇങ്ങനെ വിട്ടു പോരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ വിട്ടു പോന്നാലും പ്രശ്നമൊന്നുമില്ല. സവാളയൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയി വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ടൊമാറ്റോ ആണ്. അപ്പോൾ തക്കാളി ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഫ്രൈ ചെയ്യുമ്പോൾ തക്കാളിക്ക് വെള്ളമുള്ളത് കാരണം പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ ടൊമാറ്റോ പേസ്റ്റിലാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഈ ടൊമാറ്റോ പേസ്റ്റിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചാണ് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി പൗഡറും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. ആവശ്യമാണെങ്കിൽ കുറച്ച് നാരങ്ങ നീരും ചേർക്കാം, പുളിക്ക് വേണമെങ്കിൽ. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ആൾറെഡി വെന്ത ചിക്കൻ ആണല്ലോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ വെന്തിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കണം. ഈ റൈസ് എങ്ങനെയാണ് അസംബിൾ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾസ് ആദ്യം ഇട്ട് കൊടുക്കാം. വഴുതനങ്ങയും പൊട്ടറ്റോയാണ് ആദ്യത്തെ ലെയറിൽ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പാൻ നിറച്ച് വഴുതനങ്ങയും പൊട്ടറ്റവും വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം. ചിക്കൻ പീസിൻ്റെ മുകളിലായിട്ടാണ് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അടുത്തതായി ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഇനി ടൊമാറ്റോ ഫ്രൈ ചെയ്തതും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. ഒനിയൻ ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായി റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. റൈസ് എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസൊക്കെ ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ അസംബിൾ ചെയ്ത് തന്നെ ഈ റൈസ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. റൈസ് ചിക്കനും കുക്ക് ചെയ്തതിന് ശേഷം റൈസിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾസും ചിക്കനും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാലും മതി. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാണ്. പിന്നെ ഈ ഇറാഖി സ്റ്റൈലിൽ ഇങ്ങനെയാണ് അവർ ഈ ഫുഡ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. റൈസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെള്ളം ലാസ്റ്റ് ലെയറായിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു വെറൈറ്റി റൈസാണ്. നല്ല ടേസ്റ്റിയായ റൈസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. വെജിറ്റബിൾസും ചിക്കനും എല്ലാം മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. കബ്സ, മന്തി ഇവയെ പോലെയാണ് എങ്കിലും ഈ റൈസിൽ വെജിറ്റബിൾസ് ചേർക്കുന്നത് കാരണം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ അറബിക് റൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും.
ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് തക്കാളി വെച്ച് കൊടുക്കാം. തക്കാളി ലാസ്റ്റാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളെല്ലാ വെജിറ്റബിൾസും ഇതിൻ്റെ മുകളിലേക്കായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്, വെജിറ്റബിൾസും ചിക്കനും റൈസും എല്ലാം ചേർന്ന്. അപ്പം നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി 4 വശം ഇതൊന്ന് കൊട്ടി കൊടുക്കാം. ഇത് ഇതേ ഷേപ്പിൽ തന്നെ കിട്ടുമെന്ന് നോക്കാം. കേക്കിൻ്റെ ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹൈവാ ഉഷാറായി അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അറബി രാജ്യങ്ങളിലൊക്കെ ഫുഡ് സെർവ് ചെയ്യുക ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ അന്ന് ശ്രമിച്ചതാണ്. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ഫുഡ് സെർവ് ചെയ്യുന്നത് പോലെ സെർവ് ചെയ്താലും മതി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പിയുമായി ഞാൻ